വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഫ്രം ബഡി ഗെയിം മാസ്റ്റർ. അപ്പം ഗൈസ് നമ്മൾ വീഡിയോ അല്ലെങ്കിൽ പുതിയൊരു ചലഞ്ചായിട്ട് വന്നത് നമ്മുടെ സബ്സ്ക്രൈബർ കമൻറ്റ് ചെയ്തതാണ് കാർ ജമ്പ് ടെസ്റ്റ്. അപ്പം ഗൈസ് നമ്മുടെ റാമ്പൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. റാമ്പ് തൊട്ടടുത്താണ് ഗൈസ്, നിങ്ങൾ കണ്ടോ? അതിൻ്റെ മുന്നേ എന്നുള്ള ഗൈസ് ഉണ്ടോ കാണിച്ചു തരാം ഗൈസ്. ഇതാണ് റാമ്പ് ഗൈസ്. ഇവിടെ നമുക്കില്ല റെഡ് കണ്ടെയ്നറുണ്ടോ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ഇവിടെ കൊണ്ട് ചെന്ന് ചാടിക്കണം. ഏത് വണ്ടിയാണ് ഏറ്റവും കൂടുതൽ ചാടണം അതായിരിക്കും വിന്നർ. നമ്മുടെ പേഴ്സണൽ വണ്ടി ലംബോർഗിനി ഗൈസ്. പിന്നെ എനിക്കിത് ഇഷ്ടപ്പെട്ട കാറും കൂടി എന്ന് പറയുന്നത് ഫസ്റ്റ് നമുക്ക് ഓടി മേടിച്ച് തുടങ്ങാം ഗൈസ്. എന്തായാലും നമുക്ക് ആ റെഡ് കണ്ടെയ്നറുണ്ട് അവിടെ നിന്ന് ചാടിക്കാം. ഓടി നമ്മൾ സാധാരണ വണ്ടിയുടെ എന്തായാലും അതിൻ്റെ ഒന്ന് നോക്കാൻ എത്ര ദൂരം പോകും. അടുത്തല്ല നോക്കിയിട്ട് റാമ്പിന്ന് കറക്റ്റ് ചാടിക്കണം. ഇതേപോലത്തുള്ള വീഡിയോസ് നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നത് ഞാൻ ഉറപ്പാണ് ഗൈസ്. ഞാനിത് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി ഗൈസ്. നമുക്ക് നമ്മുടെ കാർ കണ്ടെയ്നൊന്നും എത്തി നമുക്ക് വണ്ടി ഓടിച്ചെല്ലാവരും ടൈം ചട്ടി നാളെ വണ്ടി എത്ര ദൂരം പോകുന്നത് നോക്കാം. കറക്റ്റ് ഒത്തിരി ദൂരം പോയിട്ടുണ്ട്. ഏകദേശം ഇവിടെ ആയിട്ടാണ് ഇവിടെ ആയിട്ടാണ് തോന്നുന്നത്. നമ്മൾ ഓടി എന്തായാലും നമ്മൾ ഓടി കഴിഞ്ഞാൽ നമുക്ക് ഓടിച്ചെന്ന് ഓടിയെന്നുള്ളതുകൊണ്ട ഓടിയല്ല ഓടി പോകണ്ട. നമുക്ക് ദുഗാട്ടി എടുത്ത് പറക്കാം. എന്തായാലും നമുക്ക് വണ്ടി നമുക്ക് അവിടെ കൊണ്ട് ചെന്ന് അടുത്ത വണ്ടി അപ്പം ഗീസ് എടുക്കാം ഗീസ്. അപ്പോൾ അടുത്ത വണ്ടി നമുക്ക് എടുക്കാം. വണ്ടി ഏത് വേണം? നമുക്ക് സ്കോർപ്പിയോ എടുക്കാം അല്ലേ ഗീസ്? സ്കോർപ്പിയോ എടുക്കാം. സ്കോർപ്പിയോ അല്ല ഇത് S1 സ്കോർപ്പിയോ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ കമൻറ്റ്. ഞങ്ങൾ വേറെ ചലഞ്ചസൊക്കെ പറഞ്ഞാൽ ഞാൻ ചെയ്തായിരിക്കും. പറക്കാം വണ്ടി എത്ര പറക്കുമെന്ന് നോക്കാം. ഓടിയെ വെട്ടിക്കുമോ? വെട്ടിച്ച് അത് കുറച്ച് ഒന്നും കൂടി വെച്ച് കൊടുക്കും. ഏകദേശം ഇവിടെ കിടപ്പുണ്ട് വണ്ടി. ഒത്തിരി കുറച്ചും കൂടി ദൂരം പോയായിരുന്നു. ഇവിടെ ആയിട്ടാണ് ഇവിടെ ആയിട്ടാണ് എനിക്കിത് എന്തായാലും ഞാൻ കൃത്യമായിട്ട് തട്ടിക്കില്ല. അവിടെ ഓരോരുത്തരും ഒത്തിരി ദൂരമുണ്ട്. അടുത്ത വണ്ടിയിലാണ് അടുത്ത ഏത് വേണം?
ലംബോർഗിനി അപ്പം നമുക്ക് എടുക്കാം ഗൈസ്. നമ്മുടെ വണ്ടി ലംബോർഗിനിയാണ്. നമുക്ക് അവിടെ ചെന്നിട്ട് എടുക്കാം ഗൈസ്. ബാക്ക് എടുത്തു. പറപ്പിക്കാണ് വണ്ടി അങ്ങനെ ചെന്നത്. പക്ഷെ ഭയങ്കര കഷ്ടമാണ്. എനിക്ക് വയ്യ. ഓടി എന്തായാലും ഓടി 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 നമ്മൾ വണ്ടി എടുത്തെത്തിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും വണ്ടി എടുത്തിട്ട് പോവാം. നമ്മൾ വീണ സ്ഥലം എടുത്തിട്ട് പോകാം. കമൻറ്റ് വേണം. തെറ്റാണ് ചില വല്ല വണ്ടികളും തെറ്റായിട്ട് പറഞ്ഞെന്നുള്ളത് നിങ്ങളൊന്ന് പറയണേ, പറഞ്ഞാൽ മതി. ശരിയാണെങ്കിൽ ഇവിടെ 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 ഗൈസ്, നമ്മുടെ ചാനൽ കാണുന്ന ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ഗൈസ്. ഈ ചാനൽ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് എങ്കിലും ചെയ്തിട്ട് പോകണം. നമുക്ക് അടുത്ത വണ്ടി സ്കോർപ്പിയോ അതാ വീണ്ടും എടുക്കാൻ തല്ല. നമുക്ക് സ്കോർപ്പിയോ എടുത്താൽ പോകാം. എന്നിട്ട് നമുക്ക് ആ മറ്റേ ബൈക്ക് രണ്ടും കൂടി കൂട്ടിയിട്ട് കത്തിക്കാം. അങ്ങനെ പൊട്ടിത്തെറിപ്പിക്കാം നമ്മുടെ ബൈക്കും. ചത്തു. വടിയായി വടിയായി പൊട്ടിത്തെറിപ്പിക്കാം ഗൈസ്. നമുക്ക് അടുത്ത ബുഗാട്ടി എടുക്കണം ഗൈസ്. ബുഗാട്ടി നമ്മുടെ ഗെയിമിൽ ബുഗാട്ടി ഷിറോൺ എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്ന സ്കോർപ്പിയോ. എനിക്ക് ആദ്യം തെറ്റിയൊക്കെ പോയായിരുന്നു. ഞാൻ കുറേ ടേക്കൊക്കെ എടുത്തിട്ടാണ് ഗേസ് ഇതൊന്ന് ശരിയാക്കി എടുത്തത്. 2 ടേക്ക് എടുത്ത് ഗേസ്. ഭയങ്കര കഷ്ടപ്പാടാണ് ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. നിങ്ങളൊന്ന് സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്യണം ഗേസ്. ഈ ചാനൽ കാണുന്ന ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. സബ്സ്ക്രൈബൊക്കെ ഒന്ന് കൂട്ട് ഗേസ്. വണ്ടിയുടെ എല്ലാം പോയി. വർക്കാവുമെന്ന് ആർക്കറിയാം. നമുക്ക് നമ്മുടെ പേഴ്സണൽ വണ്ടി, ഇത് ജയിക്കുന്ന വണ്ടി, കഴിഞ്ഞ വീഡിയോക്കകത്ത് ജയിച്ചിട്ടാണ് ഞാൻ വണ്ടി എടുത്തത്.
അപ്പോൾ എന്തായാലും ഗൈസ് നമ്മുടെ പേഴ്സണൽ വണ്ടിയും പിന്നെ ഇതി ജയിക്കുന്ന വണ്ടിയും കൂടി ഒരു ടെസ്റ്റ് ഉണ്ട് ഗൈസ്. അത് ആര് ജയിക്കുന്നോ അവരായിരിക്കും പിന്നെ തൊട്ട് എൻ്റെ പേഴ്സണൽ വണ്ടി ആ കാറായിരിക്കും ഗൈസ്. എങ്ങനെ ഉണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണം. വണ്ടി ഓണാവുന്ന പോലും ഇല്ലെങ്കിൽ നമുക്ക് പൊട്ടിത്തെറിക്കാനല്ല പൊട്ടിത്തെറിപ്പിക്കാം. ഇവിടെ ആയിട്ടാണ് നമ്മുടെ ബുഗാട്ടി കാര്യങ്ങളൊക്കെ ഉള്ളത്. എക്സ്പ്ലെയിൻ ചെയ്തിരിക്കും. ഇവിടെ അല്ല ഗൈസ്, പുറകില്ല, കുറച്ച് പുറകില്ല ബുഗാട്ടി കാര്യങ്ങളൊക്കെ ഒന്നാണ്. ഇനി അത് ഇടിച്ചു ചേർപ്പിച്ചുകൊണ്ട് പോയത് കുറച്ച് പോയാൽ സ്കൂപ്പിയുടെ കുറച്ച് മുമ്പ് ഇവിടെ നിന്നില്ല കുറച്ചുകൂടെ മുമ്പോട്ട് പോകണം. എനിക്ക് ബുഗാട്ടിയിൽ എന്തോ ഒരു ഡൗട്ട് ഉണ്ട് പ്ലീസ്. എന്തായാലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം പ്ലീസ്. ബുഗാട്ടി ഞാൻ തെറ്റായിട്ടാണോ പാർക്ക് ചെയ്തത്? അടുത്ത വണ്ടി 777 ആണ് വിളിക്കാം. വേറെ വണ്ടി എടുക്കാമെങ്കിൽ നമ്മൾ ഇതുവരെ ഒരു ആളെ മാത്രം മിസ് ചെയ്ത് ഗൈസ്. താറ് നമ്മുടെ സ്വന്തം താറ് കൂട്ടനെ നമുക്ക് വിളിക്കാം ഗൈസ്. എന്തായാലും നമുക്ക് താറും കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഇതിൽ കുറച്ച് ലോങ് വീഡിയോ ആണ് ഗൈസ്. താറൊത്തിരി പോവായിരിക്കും എന്നാണ് പ്രതീക്ഷ. താർ തോറ്റിരിക്കും. താറ് ഏറ്റവും പുറകിലേക്ക് എന്തായാലും നമുക്ക് ഒന്നുകൂടി നമ്മൾ തെറ്റായിട്ടാണ് ചാടി ഒരു കുഴപ്പമുണ്ടായിരുന്നു. എല്ലാം കളച്ചിനൊക്കെ ഒന്നും കുടിച്ചാൽ ബൈക്ക് പോരട്ടെ, വണ്ടി ഫ്രണ്ടിലോട്ടായിട്ടെ, പോട്ടെ വണ്ടി പോട്ടെ. നേരത്തെ പോയത്രയും പോലും പോയി. നേരത്തെ കടന്നെടുത്ത് തന്നെ നമുക്ക് കൺട്രോളില്ല. അങ്ങനെ താറ് സൈഡ് നമ്മുടെ ഓടി നേരത്തെ വീടെടുത്തില്ല. ജമ്പ് കൂടുതലും വന്നേക്കുന്ന നമ്മളിപ്പോഴും ലംബോർഗിനിയെ വെട്ടിക്കാൻ ആരെങ്കിലും ഉണ്ടോ? സോറി അല്ലെങ്കിൽ നമ്മൾ ലംബോർഗിനിയും തമ്മിൽ മത്സരം വെക്കാൻ എന്തോ ഫസ്റ്റ് സെക്കൻഡും പിന്നെ നമ്മുടെ പേഴ്സണൽ വണ്ടി എന്തിനാണ് അത് ഒന്ന് നമ്മൾ ചൂസ് ചെയ്യും ഗൈസ്. നമ്മുടെ പേഴ്സണൽ വെഹിക്കിൾ 77 എന്തുവായിരുന്നു? ബുഗാട്ടി ആയിരുന്നല്ലോ. കാര്യം മറന്നങ്ങ് പോയി ഗൈസ്. എന്തായാലും നമുക്ക് അടുത്ത വണ്ടി എടുക്കുന്ന കാര്യങ്ങളൊക്കെ എടുക്കാം. അടുത്ത വണ്ടി ഇത് വേണം. നിങ്ങൾ ബൈ ജെം ടെസ്റ്റ് വേണമെന്ന് നോക്കുക.
ബൈക്ക് ജംപ് ടെസ്റ്റും കൂടി നടത്തണമെന്നുണ്ട്. എന്തായാലും വേണ്ട. കാർ ജംപ് ടെസ്റ്റ് നടത്തുക ബ്രോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കൊനീസിന്റെ ചീറ്റ് കോഡ് എന്ത് വരുന്നത് 9,000 ആയിരിക്കും. പിന്നെ കൊനീസിൻ്റെ അടുത്ത് അടുത്ത ജംപ് ടെസ്റ്റ് കൊനീസിക്കാണ് ഗൈസ്. കൊനീസിക്ക് എത്ര പോവായിരിക്കും? എന്താ നല്ല സ്പീഡായിരിക്കും തോന്നുന്നു. എനിക്ക് തോന്നുന്നു സ്പീഡ് കൊനീസിക്ക് പോവായിരിക്കും. കൊനീസിക്ക് ഓടിയുടെ അടുത്ത് പോലും എത്തിയിട്ടില്ല. കൃത്യമായിട്ട് ഞാൻ പറയാം, കാരണം ബ്രേക്ക് പിടിച്ച് അവിടെ വെച്ചെന്നാണ്. കൊനീസിക്ക് ഓടിയുടെ അടുത്ത് പോലും എത്തിയിട്ടില്ല ഗൈസ്. കഷ്ടം. ഗൈസ് താണ്ട ലോങ് പാർക്കിംഗ് ഏരിയയിൽ പാർക്ക് ചെയ്ത് ഞാൻ പെറ്റി അടിക്കും. ഇപ്പം ഓടിപ്പോക്കണം. തണൽ സാധാരണ ഗൈസ് മരങ്ങളുടെ അടിയിലാണ് തണൽ. ഇത് കണ്ടെയ്നറിൻ്റെ അടിയിലാണ് തണൽ. നമുക്ക് ഓരോരോ കാര്യങ്ങളെ മിക്കവാറും ആർ ജി എസ് ഗെയിമിങ്സ് എല്ലാവരും ആണ്. ആർ ജി എസ് ഗെയിമിങ്സ് തന്നെ. അങ്ങനത്തെ റോൾസ് റോയ്സും കാര്യങ്ങളും എടുത്തോണ്ട് പോവാം ഗൈസ്. പൊട്ട വണ്ടി ഗൈസ്. നിങ്ങൾക്ക് റോൾസ് റോയ്സ് ഇഷ്ടമാണെങ്കിൽ പറയണേ. എനിക്ക് ഒറിജിനൽ റോൾസ് റോയ്സ് ഇഷ്ടമാണ്. ഫ്രീ ആയിട്ട് തന്നെ ഞാൻ എടുക്കുന്നതായിരിക്കും. റോൾസ് റോയ്സ് ഫ്രീ ആയിട്ട് തരാൻ ആഗ്രഹമുള്ളവർ തരിക. ഞാൻ ഒരു മടിയും കൂടാതെ മേടിച്ചോളാം ഗൈസ്. നമുക്ക് റോൾസ് റോയ്സ് ജംപ് ടെസ്റ്റ് എടുക്കുക. നല്ല സ്പീഡാന്നൊക്കെയാണ് പറയുന്നത്. സ്പീഡാണോ എന്തോ. കൊനീസിക്കിൻ്റെ അടുത്ത് പോലും എത്തിയിട്ടില്ല. കഷ്ടം. ഭയങ്കര കഷ്ടമാണ് ഗൈസ്. ഗൈസ് അവിടെ ഒരു ആക്സിഡന്റ് വീണ്ടും പറ്റി. ബുഗാട്ടിക്കാരൻ എന്തോ കുഴപ്പം. കഞ്ചാവ് കണ്ടാ മനസ്സിലാവും. കഞ്ചാവ്. ഈസ് എനിക്ക് ഇവൻ കഞ്ചാവാന്നോന്ന് ഡൗട്ടുണ്ട് ഗീസ്. ഓരോ സമയത്തുള്ള ആക്ഷൻ കാണണം എൻ്റെ. ഒരു മനുഷ്യൻ സഹിക്കത്തില്ല. ഓടി ഈ നമുക്ക് അടുത്ത ഫെരാരിയാണ്. നമ്മുടെ ഫെരാരി പറപ്പിച്ച് സ്വീന്ന് പറഞ്ഞു പോവായിരിക്കും. സ്വീ ഫെരാരി. പോട്ടെ ആ വണ്ടി പോട്ടെ. പറക്കുമായിരിക്കും നമ്മുടെ ഫെരാരി. പറന്നിട്ടുണ്ട് ഫെരാരി. പക്ഷെ നമ്മുടെ വണ്ടി നമ്മൾ നേരത്തെ പാർക്ക് ചെയ്ത റോൾസ് റോയ്സ് എന്ത് ചെയ്തു? എന്നാ കൂടെ റോൾസ് റോയ്സ് എന്ത് ചെയ്തോ എന്തോ. നമ്മുടെ തൊറ്റിരിക്കുന്ന റോൾസ് റോയ്സ്. റോൾസ് റോയ്സിൻ്റെ അത്ര ഒരു വണ്ടിയും പോകത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നു. നമ്മുടെ റോൾസ് റോയ്സ് നമ്മൾ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ കള്ളന്മാരുടെ ശല്യമാ. നമുക്ക് അടുത്ത വണ്ടി എടുത്തോണ്ട് പോവാം. ഇവിടുന്ന് ഒരു വണ്ടി ഓടിച്ചു പോവാം. ഇത് വണ്ടി വേണോ? ഓടി ഓടിപ്പോവാം. എന്തോന്ന് മല കയറാൻ പോലും വയ്യാതെ അവിടെ കൊയിനസ് ഇരിക്കുന്നു. പാവം കൊയിനസ് തന്നെയാണോ എന്തോ ഗൈസ്.
അറിയത്തില്ല. കൊയിനസ് എന്നാണോ കിയോ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത പറ്റത്തില്ലല്ലോ ഗീസ്, എനിക്ക് എങ്ങനെ അറിയാനേ ഗീസ്. നിങ്ങൾ എന്നെ ഫോൺ വിളിച്ചു പറയുമോ? ഫോൺ വിളിക്കേണ്ട നമ്പർ എനിക്കറിയത്തില്ല. അതുകൊണ്ട് നമുക്ക് എന്തായാലും നമുക്ക് നേരെ പോവാം. യെസ്, ഇത് മൾട്ടിപ്ലെയർ വന്നാൽ കൊള്ളായിരിക്കും. യെസ്, രോഹിത്തണ്ണ ഒന്ന് മൾട്ടിപ്ലെയർ കൊണ്ടുവരണം. എനിക്കൊരു RP വീഡിയോ ഇടാനെ. ഗീസ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു മൾട്ടിപ്ലെയർ ഗെയിം പറയണം ഗീസ്. നമുക്ക് പോർഷെ മിക്കവാറും ഈ അടുത്തിടയ്ക്ക് ഒരു RP വീഡിയോ വരും ഗീസ്. സ്കൂൾ വെക്കേഷൻ ആയതുകൊണ്ടാണ് ഗീസ് ഇങ്ങനെ ഞാൻ വീഡിയോ ഇടുന്നത്, അല്ലെങ്കിൽ പറ്റത്തില്ലായിരുന്നു ഗീസ്. പോർഷെ ഇവിടെ അല്ല വീഴേണ്ടത്, പോർഷെ അങ്ങാ വീഴേണ്ടത്, ഇവിടെ അല്ല ഗീസ് പോർഷെ വീഴേണ്ടത്. ദിസ് ഈസ് റോങ്, ദിസ് ഈസ് അബ്സല്യൂട്ട്ലി റോങ്. ഗീസ്, നമുക്ക് അവിടെ വരെ ഒന്ന് പറന്നു പോയാൽ ഇങ്ങനെ ഇരിക്കും. പറന്നു പോക്കലിച്ചല്ല. എനിക്ക് എയറോപ്ലെയിൻ ഓടിക്കാൻ അറിയാത്തതുകൊണ്ട് നല്ലതായി. എയറോപ്ലെയിൻ അല്ല ഗീസ്, ഇത് വെറും പ്ലെയിനാണ്. പറക്കട്ടെ സിസേ, പറക്കൂ സിസേ. ഇത് പ്ലെയിൻ തന്നെയാണോ എന്ത് ഈശ്വര കർത്താവേ, എന്തോന്നല്ല ഇത്. ഇപ്പം ഞാൻ ചാവും ഗസ്, പൊട്ടിത്തെറിച്ച് ഇപ്പം തന്നെ ചാവും. ഇതൊരു ഇറങ്ങിയെന്ന് നല്ലത്. എന്തൊരു സൈക്കോ പ്ലെയിൻ, എന്താ ഇത്. മിഷീനിട്ട് കളിക്കുന്നുണ്ട് പോയോ, കത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചത് ചുമ്മാ ഇരിക്കും, ഒന്നും പറ്റിയില്ല. നമുക്ക് ചുമ്മാ സീറ്റ് വെച്ചോടെ വേണ്ട, സീറ്റിട്ട് കളിക്കണോ? വണ്ടിക്കകത്ത് കയറാൻ പറ്റുന്നില്ലേ? വണ്ടിക്കകത്ത് കയറാൻ പറ്റുന്നില്ല. അയ്യോ എന്താ പറ്റിയേ? അയ്യോ 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 ബൈക്കിൻ്റെ കുഴപ്പമായിരിക്കും. ഞാൻ ഇത് അടുത്ത ബൈക്ക് എടുക്കാം. ഇത് പൊട്ടി തുറപ്പിക്കണ്ട. ഞാൻ അടുത്ത ബൈക്ക് എടുക്കാം. 4050 അപ്പേച്ച് ഇട്ടായിരുന്നു. ആണോ അപ്പേച്ച് ബൈക്കാണ് 4050. ഇതിലും കയറാൻ പറ്റുന്നില്ല. ഹലോ അയ്യോ, നോക്കി ബൈക്കിനകത്തൊന്നും കയറാൻ പറ്റുന്നില്ലേ? നമുക്ക് അടുത്ത ഒന്ന് കാർ എടുത്ത് നോക്കാം ഗൈസ്. ബൈക്കിൽ പറ്റാത്തതായിരിക്കും. കാറിന് എന്തായാലും നമുക്കൊന്ന് എടുത്തു നോക്കാം ഗൈസ്. അയ്യോ പണിയായ എൻ്റെ ഇത്രയും നേരത്തെ വീഡിയോ പോവേ. അയ്യോ എനിക്ക് വയ്യ, ആലോചിക്കാൻ പോലും വയ്യ. ഒത്തിരി മിനിറ്റ് ഗൈസ് ഞാൻ എടുക്കാൻ തുടങ്ങിയിട്ട് അരമണിക്കൂറും കണ്ടാവാറായെന്ന് തോന്നുന്നു ഗൈസ്. നമുക്കെന്തായാലും 4000 അടിച്ചാൽ ഒന്നും കൂടെ പോർഷൻ ഒന്ന് ജമ്പ് ചെയ്യണമല്ലോ. ഒന്നും കൂടി പോർഷൻ ജമ്പ് ചെയ്യണം. പറ്റുന്നുണ്ട് ഈ കാറിൽ കയറാൻ പറ്റുന്നുണ്ട് ഗൈസ്, ഭാഗ്യം. ഇത് ഒത്തിരി പോവായിരിക്കുമല്ലോ. ഈ എന്തൊക്കെയാണോ പോയത്? എല്ലാം പോയിട്ടുണ്ട്. ഈ സ്ഥലത്ത് നമുക്ക് സൂപ്പർ എടുക്കാം ഗീസ്.
നമുക്ക് ജമ്പ് ചെയ്യാം ഗൈസ്. മിക്കവാറും ഈ വണ്ടി ഇപ്പം തന്നെ പൊളിയും ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മുടെ വണ്ടിക്കടി കുറച്ച് ജമ്പ് ആവാൻ പോകുന്നു. കണ്ട ജമ്പ് നമ്മൾ പറക്കുമായിരിക്കും ഗൈസ് മിക്കവാറും. പറന്ന് ജസ്റ്റ് പറപ്പീര നമ്മൾ ഓടിയുടെ മുമ്പിൽ വരെ എത്തി. എന്നാലും ഒരു തോൽവിയായി പോയല്ലോ. സൂപ്പറേ. നമുക്ക് അടുത്ത വണ്ടി എടുക്കാം. ഒന്നും കൂടി ഇത് ജമ്പ് ചെയ്യണം. വേണ്ട, ഇത് ഇത്രേ പോകത്തുള്ളൂ ഗൈസ്. സൂപ്പർ ഇത്രേ പോകും. തല്ലിപ്പൊളി വണ്ടിയാണ് ഗൈസ്. സൂപ്പറാണ് മസ്താങ്ക് ഗൈസ്. അപ്പോൾ അടുത്ത മസ്താങ്ക് എടുക്കാം ഗൈസ്. അത് ഗൈസ്. അപ്പോൾ നമുക്ക് അടുത്ത മസ്താങ്ക് എടുക്കാം ഗൈസ്. മസ്താങ്കിൻ്റെ ചീറ്റ് കോഡ് E123. ഓക്കെ, ആരും മറക്കരുത്. മസ്താങ്ക് തല്ലിപ്പൊളി വണ്ടി ഇൻ എവർ യുവർ ലൈഫ്. വെറും തല്ലിപ്പൊളിയാണെന്ന്. നമ്മുടെ മസ്താങ്ക് എത്ര വരെ പോയി? മസ്താങ്ക് സ്ലോ ആയിരിക്കും ഗൈസ്. സൂപ്പറോട് അത്രയും പോലും പോകത്തില്ലായിരിക്കും മിക്കവാറും ഗൈസ്. നമുക്ക് എന്തായാലും മസ്താങ്ക് പറപ്പിച്ചു വിടാം. ഒന്നും നടക്കത്തില്ലെന്നറിയാം, ഉണ്ടെങ്കിൽ നമുക്ക് പറപ്പിച്ചു വിടാം. സൂപ്പറോട് അത്രയൊന്നും എത്തത്തില്ല ഗൈസ്. എന്തൊക്കെയായാലും മസ്താങ്ക്. ഡേയ് എന്നടാ പാത്തുങ്ക. സൂപ്പറൊക്കെ മുന്നിൽ പോയി ഗൈസ്. അപ്പം മസ്താങ്ക് ജയിച്ചിരിക്കുന്നു. അപ്പം ഗൈസ് അടുത്ത കാർ എടുക്കാം. അടുത്ത സെക്കൻഡ് ലാസ്റ്റ് കാറാണ് നമ്മുടെ സ്വന്തം പേഴ്സണൽ വണ്ടിയായ നിങ്ങൾക്കറിയായിരിക്കും ഗൈസ്, ലംബോദരൻ. ഗൈസ് നമുക്കപ്പം ലംബോദരനാണ് അടുത്ത വണ്ടി. ലംബോദരൻ്റെ ചീറ്റ് കോഡ് ദയവായി നിങ്ങൾ കേൾക്കുക. 3333 3333. നമുക്ക് 33 അടിച്ച് നമ്മുടെ ലംബോർഗിനി. നമുക്ക് എന്തായാലും നടന്നു. നമ്മുടെ പേഴ്സണൽ വണ്ടി ആയതിൻ്റെ ഒരു മര്യാദ അവിടെ ചെല്ലുക. ഭൂമികുലുക്കും കണ്ട് നടക്കുന്ന ശിവനെ ഞാൻ സിനിമയ്ക്ക് ഉറപ്പാണ് വിട്ടിരിക്കും. ഒരു മാറ്റമില്ല. ഞാൻ ഇവനെ സിനിമയ്ക്ക് വിടും ഉറപ്പാണ്. എന്മാതിരി ആക്ഷനാണ് ഇവന്. ഇവിടെ തണൽമരമായിട്ട് ഇതാ കണ്ടെയ്നർ. അയ്യോ എന്തൊക്കെയാണ് ഗൈസ്. എന്തായാലും നമുക്ക് ആ റെഡ് ഇവിടെ ചെന്നിട്ട് നമുക്ക് നമ്മുടെ ലംബോദരനെ സ്പോൺ ചെയ്യിപ്പിക്കാം ഗൈസ്. എന്തായാലും നമ്മൾ കണ്ടെയ്നറിൻ്റെ അടുത്തും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് ലംബോദരനെയും കാര്യങ്ങളൊക്കെ സ്പോൺ ചെയ്യിപ്പിക്കാം ഗൈസ്. എന്നിട്ടൊന്ന് നല്ല സ്പീഡിൽ അങ്ങ് പോവാം ഗൈസ്. നമ്മുടെ പേഴ്സണലിൻ്റെ ഒരു ഗൈസ്, നിങ്ങൾക്ക് ആർക്കൊക്കെയാണ് ലംബോദരനെ ഇഷ്ടമെന്നൊന്ന് പറയണേ ഗൈസ്. ഓടിച്ച് പറക്കുമായിരിക്കും. ഇന്നൊരു പറക്കൊക്കെ അയ്യോ ഗൈസ്, സൈഡിൽ കൂടി പോയി ഗൈസ്. നമുക്കൊന്നും കൂടി ഒന്ന് പറഞ്ഞു. എന്നാലും നമ്മുടെ റോൾസ് റോയ്സ് അവിടെ പോയവാ എന്നാടാ റോൾസ് റോയ്സ് എന്നാലും എവിടെയാടാ പോയത്? ഫ്രീ റൈഡ്. താങ്ക് യു ഫോർ വാച്ചിങ്. സോറി, താങ്ക് യു ഫോർ റൈഡിങ്. ഗണ്ണ് വെച്ചിതൊക്കെ പൊട്ടുന്ന പറഞ്ഞ എൻ്റെ എയിമിങ് എനിക്ക് കാണണം ഗൈസ്. കാണണമെങ്കിൽ കണ്ടോണേ. കണ്ട ഞാൻ കൃത്യ ബൈക്കിന് തന്നെ വെടിവെക്കും. കണ്ടോണേ. അത് ഒറ്റ വെടിയുടെ കുഴപ്പം. ഇപ്പം വേണ്ട, അല്ലെങ്കിൽ വേണ്ട. ചുമ്മാ എന്തോത്തിന് ചമ്മണ്. അപ്പം ഗൈസ് നിങ്ങളെല്ലാ കാര്യങ്ങളും വായിക്കുക. എന്നിട്ടൊന്നും കൂടി 333 അടിക്കുക. എന്നിട്ട് നമ്മുടെ ലംബോദരനെ എടുത്തുകൊണ്ട് പോവുക. എന്നിട്ട് ആ റെഡ് കണ്ടെയ്നറിൽ നിന്ന് റിവേഴ്സ് എടുത്തിട്ട് ആ റാമ്പ് വഴി ചാടുക. അത്രയും ചെയ്താൽ മതി ഗീസ്. നമ്മുടെ വീഡിയോ സ്കിപ്പ് അടിക്കാതെ എല്ലാവരും കാണണം. അത് അഭ്യർത്ഥനയാണ് ഗീസ്. ഏറ്റവും ലോങ്ങസ്റ്റ് വീഡിയോ ഉണ്ട് ഇതാന്ന് തോന്നുന്നു. ആദ്യമായിട്ട് ഇത്രയും ലോങ്ങസ്റ്റ് വീഡിയോ ഞാൻ ഇടുന്നത്.
ഹാഫ് അവറങ്ങാണ്ടായിട്ടുണ്ട് ഗൈസ്. നമ്മുടെ മസ്താങ്ങിനെ വെട്ടിച്ച് ഗൈസ്. നമ്മുടെ മസ്താങ്ങിനെ വെട്ടിച്ച് ഗൈസ്. ചുമ്മാ വാ ലംബോദരൻ, എന്താ ചുമ്മാ വാ ഗൈസ്. നമുക്കൊന്ന് തിരിച്ചിടാം ഗൈസ്. വണ്ടിയും കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും തിരിച്ചിടാം. വണ്ടി ഇടിക്കാതെ പതുക്കെ പോകണം. ഇനി ഒരു പാർട്ടും ഇല്ല ഊരെ. ഇനി എൻജിൻ മാത്രമേ ഉള്ളൂ. എൻജിനുണ്ട്, ഒരു ഡോറും ഉണ്ട്. എന്തത്തിനാന്ന് വെച്ചാ ഇതെന്തായാലും നമുക്ക് പോവാം. അയ്യോ, മസ്താങ്കൂട്ടിനെ കാണുന്ന നോക്ക്. കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ കിടപ്പ് കണ്ടില്ലേ മസ്താങ്കൂട്ടിൻ്റെ? ഇതെല്ലാം കേസ് നമുക്ക് പോവാം കേസ്. നമ്മുടെ ലാസ്റ്റ് ഫൈനൽ വണ്ടിയാണ് GTR. അത്രയ്ക്ക് സസ്പെൻസ് ഒന്നും എനിക്കിടാൻ വയ്യ. നിങ്ങൾക്കറിയാം, എനിക്കെതിരെ ഒരു ഫാൻസ് പ്രൊസീജിയർ ഉണ്ട്. എങ്ങനെ എന്നെ കൊല്ലാന്ന് ആലോചിക്കുന്നു. എങ്ങനെയാണ് ഇടുവെങ്കിൽ എന്നെയും കൂടി ചേർക്കണേന്ന് ഞാൻ അഭ്യർത്ഥിക്കും അവരുടെ അടുത്ത്. എന്തായാലും നമുക്ക് വണ്ടിയും കാര്യങ്ങളൊക്കെ ഇടാം. നമുക്ക് എന്തായാലും നമ്മുടെ GTR കാര്യങ്ങളും ഒക്കെ എടുക്കാം ഗൈസ്. GTRയുടെ ജീറ്റ് കോഡ് 3005. ഓർക്കണം, മറന്നേക്കരുത്. നമുക്ക് GTR പറപ്പിച്ചങ്ങ് വിടാം. ഭവാനി, ഇത് നമ്മുടെ ലാസ്റ്റ് വണ്ടി. അല്ലെങ്കിൽ ലംബോർഗിനിയുടെ കൂടെ മത്സരിക്കണ്ടി. ഗീസിൽ ലംബോർഗിനി പൊട്ടിച്ച്. എന്താ GTR വല്ല കുഴപ്പമുണ്ട്? എനിക്ക് വയ്യ. നമ്മുടെ വണ്ടി തോടാണേ, അതാലോചിക്കണേ. എനിക്ക് വയ്യ. എനിക്ക് GTR ആവാൻ വയ്യ. എന്തായാലും നമുക്ക് GTR പേഴ്സണൽ വണ്ടി അടുത്ത ടെസ്റ്റിലും കൂടി നോക്കിയിട്ട് എടുക്കാൻ കേസ്. നമ്മുടെ GTR ആണ് അറിയാമല്ലോ, ഉള്ള വണ്ടിയാണ്. നമുക്കൊരു പടക്കം പൊട്ടിയിൽ കഴിഞ്ഞിട്ട് പോവാം കേസ്. എനിക്കിപ്പം വിഷു കാണിക്കാം. ഹാപ്പി വിഷു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ ഇടാം കേസ്. വിഷു ഒക്കെ എന്നേ കഴിഞ്ഞു. എല്ലാവരും ഹാപ്പി വിഷു. ഗൈസ്, നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പുണ്യമായ നല്ലവനായ അനിയൻ സഹോദരൻ ഇങ്ങോട്ട് കയറി വന്നു ഗൈസ്. എനിക്ക് എട്ടിൻ്റെ പണിയും തന്നു. എന്തായാലും പറയുന്നില്ല ഇപ്പോഴേ. കയറി വരുന്നു വീണ്ടും. നീ എന്തോത്തിനാണ് വരുന്നത്? എന്തായാലും ഗൈസ്, ഒരു പടക്കം പൊട്ടിയിട്ട് അവനെ കാണിച്ചിട്ട് പോവാം. എന്തുവാടാ എന്തോ കാണിക്കാടാ നീ? എന്ത്? നീ ഒരു പടക്കം പൊട്ടിയിൽ കണ്ടിട്ട് ഇപ്പം പോയാൽ മതി. എൻ്റെ മാസ്മരിക പൊട്ടി വീണില്ല. വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ കിടപ്പ് കണ്ടില്ലേ? ഇവരെ മിക്കവാറും ഞാൻ തല്ലിക്കൊല്ലുമായിരുന്നു. ഇവൻ്റെ ആക്ഷൻ കണ്ടിട്ട് എനിക്ക് തന്നെ സഹിക്കാൻ വയ്യ. 500 രൂപ ഗൂഗിൾ പേ അയച്ചു കൊടുക്കാമെന്ന് എനിക്ക് തോന്നിട്ടോ. പുറകെ ഇരുന്ന് ഒരുത്ത ശല്യപ്പെടുത്തി തന്നെ ഇതാ വലിച്ചോണ്ടൊക്കെ പോകുന്നു. നമ്മുടെ വണ്ടി എന്തായാലും ഇവിടെ കയറ്റി വിടറാന്നെ.
ഗൈസ് എന്തായാലും നമുക്ക് തിരിക്കുമ്പോൾ ആക്ടിവേറ്റ് ചെയ്യാൻ നമ്മൾ വണ്ടി ഇപ്പോൾ അങ്ങനെ അങ്ങ് പൊട്ടിത്തെറിക്കട്ടെ. ഡിഷും ഡക്ക ഡിഷും ഈ വീണ്ടും വെട്ടിയിട്ട വഴുത്തുണ്ട്. എന്ത് ഗൈസ് ഇവന് എന്ത് എന്നതാ പ്രോബ്ലം ഗൈസ്? അപ്പം നമുക്ക് ഒന്നും കൂടി നല്ല ഗൈസ് നമ്മൾ GTR എത്ര സ്പീഡ് പിടിച്ചാലും ഒരു കുഴപ്പവും വരത്തില്ല ഗൈസ്. ഗൈസ് നിങ്ങൾക്ക് കാണിച്ചു തരണം ഗൈസ്, ഇപ്പം കാണിച്ചു തരാം. നീ കണ്ട് പഠിച്ചോണം ഗൈസ്. ഗൈസ് നീ കണ്ടുപിടിച്ചോണം കേട്ടല്ലേ, എൻ്റെ പ്രോ റൈഡിങ് കണ്ടുപിടിച്ചോണം. പിന്നെ കാണിച്ചു തരാടാ, ഇടിക്കാതെ ഞാൻ പോകുന്ന കാണിച്ചു തരാം. നീ കണ്ടുപിടിച്ചോണം, ഞാൻ പ്രോ റൈഡർ, യു നോ ദാറ്റ്. ഞാൻ കണ്ണും പൊട്ടിയ വണ്ടി ഓടിക്കും. എങ്ങനെ ഇരിക്കുന്നു ഗൈസ്? അപ്പം ടാറ്റാ ബൈ ബൈ, സീ യു ലേറ്റർ വാച്ചിങ് അഗൈൻ മൈ വീഡിയോ.